വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഐഷക്കുട്ടീൻ്റെ ഡാൻസ് പ്രോഗ്രാമാണ് കേട്ടോ സ്കൂളിൽ. അപ്പോൾ നമ്മൾ എന്ന് വിചാരിച്ചു വെറുതെ എനിക്കല്ല വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ സ്കൂളിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ഇരിക്കുകയാണ്. രാവിലെ 10:30 സ്കൂളിലോട്ട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു മോളെ. ഉച്ചയ്ക്ക് 2:30 പ്രോഗ്രാം. പക്ഷേ രാവിലെ നമ്മൾ ഒരുങ്ങി, രാവിലെ ആയിരിക്കും പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഞാനും പാത്തും ഷിറ്റുമൊക്കെ ഒരുങ്ങി നമ്മളിങ്ങനെ സ്കൂളിലോട്ട് വന്നു. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഉച്ചയ്ക്ക് 2:30 സ്കൂളിൽ പ്രോഗ്രാം എന്ന്. സ്കൂളിലല്ല, സഫയിൽ വെച്ചായിരുന്നു പ്രോഗ്രാം. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. അവിടെ ചെന്നു. നമ്മുടെ ഐഷുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഒരുങ്ങാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും പാത്തുവും ഷിട്ടും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നല്ല പച്ചപ്പുള്ള നല്ല ചെടികൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ശേഷം ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ സഫയിലോട്ട് പോയി. സഫയിലായിരുന്നു പ്രോഗ്രാം നടന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ഇരിക്കുകയാണ്. അടുത്തതാണ് ഇത് 19. ഞാൻ മാറി നിൽക്കാം. എവിടെയാ തോന്നക്കില്ല. ഐഷുവാണ് ഈ അറ്റത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗമേ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഡാൻസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കുറച്ച് ലെങ്തായിട്ട് വീഡിയോ ഇടാം, ഡാൻസ് പ്രോഗ്രാം ഇടാം. അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഫോട്ടോ എടുക്കണമെന്ന് മാം പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു ഡാൻസൊക്കെ. അവരുടെ മാം നല്ല എഫേർട്ട് എടുത്തതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ നല്ല രീതിയിൽ കളിച്ചു. എല്ലാം നല്ല സുന്ദരികളായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഗൈസ്, നൂറയുടെ കൂട്ടുകാരികളും ഇന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, എല്ലാവരും ലൈക്ക് ചെയ്യണം. ആദ്യത്തെ ലൈക്കാണ് എനിക്കിഷ്ടം. ലൈക്കും സബ്സ്ക്രൈബും ബട്ടൺ. നമ്മുടെ മറിയം, നമ്മുടെ പാത്തുക്കുട്ടി, നമ്മുടെ പാത്തുവാണ് ഇത് സംസാരിച്ചത്. ആൾക്ക് വോയിസ് കവർ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മിക്കപ്പോഴും ചോദിക്കും ഞാൻ സംസാരിച്ചോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവൾ സംസാരിച്ചത്. അത് കഴിഞ്ഞ ശേഷം അവരുടെ ഫോട്ടോയൊക്കെ മാം എടുക്കുകയായിരുന്നു. പിന്നെ നമ്മൾ
തിരിച്ച് വന്നപ്പോൾ രണ്ടുപേർക്കും വെള്ളം ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഫ്രൂട്ടി നോക്കിയപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ 2 ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ താഴെ വന്ന് നിന്ന് സ്ക്രീനിലും ഡാൻസൊക്കെ നല്ലോണം കാണാം. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നിരുന്ന് കണ്ടാൽ മതിയായിരുന്നു, കാരണം നല്ല രീതിയിൽ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ യൂട്യൂബിൽ ലൈവ് ഉണ്ടായിരുന്നു ബ്ലൂ മൗണ്ട് സ്കൂളിൻ്റെ പ്രോഗ്രാമിൻ്റെത്. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കുട്ടികൾ കുടിച്ചിട്ട് പിന്നെ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്കൂളിലെ ഒരു ബസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ബസ്സിൽ കയറിയിട്ട് വീട്ടിലോട്ട് പോകാനിരിക്കുകയാണ്. നല്ല പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു. നല്ല മിടുക്കരായ കുട്ടികളൊക്കെ ആയിരുന്നു എല്ലാവരും. നല്ല രീതിയിൽ എല്ലാ മക്കളും നല്ല രീതിയിൽ കളിച്ചായിരുന്നു. ശേഷം അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, വീടെത്തി. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ഐഷുവിൻ്റെ ഡാൻസ് പ്രോഗ്രാം നമുക്കിന്ന് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. പരമവും മാറിക്കളയല്ല കേട്ടോ. അടുത്തതാണ് ഇത് 19. അപ്പൊ അടുത്തത് നീ ഇവിടെ നിൽക്കില്ലേ? കരയും, ഞാനും മാറി നിൽക്കാം. എൻ്റെ മോളുടെ കുട്ടി പഠിക്കുന്നു. 3 വയസ്സായിട്ടുള്ളൂ. എവിടെയാ തോന്നക്കര? ഇവിടെ നിന്നാലേ കിട്ടണോളൂ. ഉണ്ടോ?